ഹലോ ഫ്രണ്ട്സ്, ഇറ്റലിയിലുള്ള മല്ലൂസിൻ്റെ ഞങ്ങളുടെ ഒരു ചെറിയ ഈസ്റ്റർ ആഘോഷമാണ്. ഞങ്ങളുടെ ഈ ആഘോഷങ്ങൾ അടിപൊളിയാക്കി എത്തുന്നത് ആർജെ ക്രിയേഷൻ. ആർജെ ക്രിയേഷൻ്റെ എല്ലാ ടീമുകൾക്കും ഞങ്ങളുടെ വില്ലയിലേക്ക് സ്വാഗതം. നമ്മുടെ ടീമിൻ്റെ പൊറോട്ട അടിയാണ് ഇപ്പോൾ കേട്ടോ. പൊറോട്ടടി ഞങ്ങളുടെ ഇന്നത്തെ ഫുഡിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊറോട്ടയും ബീഫ് സ്റ്റൂവാണ്. ബീഫ് സ്റ്റൂ അറിയാമല്ലോ, നമുക്ക് അതൊക്കെ നാട്ടിലെ നമുക്ക് നല്ലൊരു മെമ്മറിയാണ് ഈ സ്റ്റൂ എന്നൊക്കെ പറഞ്ഞാൽ. ഈസ്റ്റർ അതുപോലെയുള്ള ക്രിസ്മസിനൊക്കെ സ്റ്റൂ പൊറോട്ട നമുക്ക് ഭയങ്കര ഒരു വികാരമാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ അത് ഇതാണ് പ്രദീപേട്ടൻ. പുള്ളി ഈ നമ്മുടെ പൊറോട്ട അടിയിൽ ഭയങ്കര പുള്ളി ചുടിയിലും ഇത് ഇപ്പം നമ്മുടെ ഫ്രിഡ്ജിലെ തുരുത്തിപ്പുറം ഫ്രിഡ്ജിലാണത്. ഇതാണ് ഞങ്ങളുടെ പൊറോട്ട. ഞങ്ങളിവിടെ വന്നാണ് എല്ലാവരും ഇത് പഠിച്ചത്. അടിച്ചടിച്ച് പിന്നെ ഞങ്ങൾ ആ പൊറോട്ടയിലേക്ക് എത്തി. ഇപ്പോൾ ഏകദേശം ഒരു നല്ല ക്വാളിറ്റിയുള്ള പൊറോട്ട. ഇതാണ് ജയേഷ് ഭായ്. പുള്ളി ഒരു പൊറോട്ട മേക്കറാണ്. പുള്ളിയും നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാണ് എല്ലാവരും അടിച്ച് തെളിയുന്നത്. പിന്നെ അത് ജോയൽ പുള്ളിയുടെ പണി എന്ന് പറഞ്ഞാൽ പുള്ളി പരത്താണ്. പൊറോട്ട അരിപ്പ നിൽക്കുന്നതാണ് മോബിൻ, പുള്ളി ചെറായി. പിന്നെ ഇപ്പോൾ ഈ ക്യാമറ പിടിക്കുന്നത് നമ്മുടെ രാജീവാണ്. പുള്ളിയെ വളരെ കുറച്ച് നമുക്ക് കാണാൻ കിട്ടത്തുള്ളൂ ഈ ക്യാമറയിൽ നിൽക്കുന്നുണ്ട്. ക്യാമറ പിന്നാമ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്താണല്ലോ ഞങ്ങൾ നോക്കട്ടെ എങ്ങനെയാവുമെന്ന് പരിപാടി. ഇനി നമ്മളെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഹലോ, ഇത് ഞാനാണ് മോബിൻ. ഞാൻ തന്നെയാണ് ഇത് ഡബ് ചെയ്യുന്നതും. ഇപ്പം നമുക്ക് വേറെ ആൾക്കാരൊന്നുമില്ല ഡബ് ചെയ്യാൻ, നമ്മൾ തന്നെ വേണം ചെയ്യാൻ. പിന്നെ ഇതാണ് എൻ്റെ ഒരു പൊറോട്ടയുടെ വീശിൻ്റെ ഒരു സ്റ്റൈല്. നമുക്ക് വെളിയിലത്തെ കാഴ്ചയിലേക്ക് പോകാം. ചെറിയൊരു മഴയുണ്ട്, പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മഴ, ഒരു ചെറിയ ചാറ്റമഴ കാണത്തുള്ളൂ, പിന്നെ അതിന് പെട്ടെന്ന് വെയിൽ വരും. അങ്ങനത്തെ ഒരു കാലാവസ്ഥ. നമുക്ക് വെളിയിലത്തെ കാഴ്ചയിലോട്ട് പോകാം. എന്തായാലും നിങ്ങൾക്ക് അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അതെ, ഇതൊക്കെ ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വാങ്ങിച്ചതാണ്. ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ട്, ഇത് കൂടുതലൊന്നുമല്ല, അതിനൊക്കെ ആൾക്കാരുമുണ്ട്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഇതാണ് സാമോൺ പെരേര. ഈ സാമോൺ പെരേരയാണ് നമ്മുടെ ഈ ബിവറേജിൻ്റെ ഇൻചാർജ്. പുള്ളിയാണ് ഇത് ഏറ്റിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ പരിപാടിയുടെ മൊത്തം കൺട്രോളിങ്. അപ്പം ആൾക്കാർ ചെറുതായിട്ട് ചാർജ് ആകാൻ പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് ഇനി കിടക്കാം. ഓക്കെ. അപ്പോൾ ചങ്ങാതിമാരെ, നമുക്ക് നമ്മുടെ ഫുഡുകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് സ്റ്റൂ, തേങ്ങാപ്പാലിട്ട നല്ല ഒരു ബീഫ് സ്റ്റൂ ആണ്. പിന്നെ ഇത് പൊറോട്ട. ഇതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് പെരേരയാണ്, നമ്മുടെ ബിവറേജ് ഇൻചാർജ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റ് നോക്കാൻ വരുന്നത് നമ്മുടെ ആർജെ ക്രിയേഷൻ്റെ പ്രൊപ്പറേറ്ററായ രാജീവാണ്. രാജീവ്ജിയെ ടേസ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പം പുള്ളി എന്ത് കഴിച്ചാലും ഈ ബ്ലോഗർമാർക്ക് സ്വഭാവം ഉണ്ടല്ലോ, എന്ത് കഴിച്ചാൽ അടിപൊളിയാണെന്ന് പറയും. നിങ്ങളത് വിശ്വസിക്കരുത്. വലിയ കുഴപ്പമില്ലെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. എന്നാലും പുള്ളി ഇങ്ങനെ സിഗ്നലൊക്കെ കാണിക്കുക. അത് അവരുടെ ഒരു സ്ഥിരം കണ്ടാണ് അവർ സ്ഥിരം പരിപാടി. എവിടെ പോയി അവർ ഫ്രീ ആയിട്ട് ഫുഡ് കഴിച്ചാലും ഇതാണ് അവരുടെ ബ്ലോഗർമാരുടെ ഒരു പരിപാടി. ഇനി നമുക്കൊരു ഗസ്റ്റിനെ പരിചയപ്പെടാം. ഇതാണ് സന്തോഷ് ഭായ്. ഇദ്ദേഹം 20 വർഷത്തിന് മേളിലായെന്ന് തോന്നുന്നു ഇവിടെ ഇറ്റലിയിലാണ്. ഫാമിലിയായിട്ട് സ്ഥിരതാമസമാണ്. ഇവിടുത്തെ സിറ്റിസണാണ് പുള്ളി. അപ്പം നമ്മുടെ ഒരു ഗൈഡൻസും നമുക്ക് എല്ലാത്തിനും ഒരു മേൽനോട്ടമുള്ള ഒരാളാണ്. നമ്മുടെ ഒരു വെൽവിഷറാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ഇനിയും അദ്ദേഹത്തിൻ്റെ വില്ലയിലും ഇതുപോലൊരു പ്രോഗ്രാം ചെയ്യണം. നമുക്ക് ഗ്രില്ലൊക്കെ അടിച്ച് നല്ലൊരു പ്രോഗ്രാം ചെയ്യാനാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. നമുക്കിനി ആ വീഡിയോയിലൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് ചെയ്യാം. സന്തോഷ് ഭായ് ഒരു വൈനൊക്കെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല റെഡ് വൈനാണ്. അത് നമ്മൾ പൊട്ടിച്ച് കഴിച്ച് നമ്മുടെ ഈസ്റ്റർ ആഘോഷത്തിലേക്ക് കടക്കാം. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഈ ടൈം ചേഞ്ച് ആകുന്ന കാര്യം. ഇവിടെ ഇപ്പം 2 ദിവസമായിട്ട് ഇപ്പം ടൈം ചേഞ്ച് ആയി. അതായത് നേരത്തെ 4.5 മണിക്കൂറായിരുന്നു വ്യത്യാസം. ഇപ്പോൾ അതൊരു 3.5 മണിക്കൂറായിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിവിടെ വന്ന കഴിഞ്ഞാണ് ഇതൊക്കെ അറിയുന്നത്. ഇപ്പോൾ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ടൈം സോൺ ചേഞ്ച് ആകുന്നത്. ഇപ്പം ഒരു 7:30-8 ആകണം ഇവിടെ ഒന്ന് നേരെ ഇരുട്ടണമെങ്കിൽ. അതുവരെ നല്ല വെട്ടമാണ്. അപ്പം നമ്മളെ പരിപാടിയിലേക്ക് ഇനിയും നമ്മുടെ ടീമിൻ്റെ ആർജെ ക്രിയേഷൻ ടീമിൻ്റെയും അതുപോലെ നമ്മുടെ ഇവിടെ ഉള്ള ഞങ്ങളുടെ ടീമുകളുടെ എല്ലാം കൂടെ ഒരു പെർഫോമൻസാണ്. ഡാൻസ്, പാട്ട്, നമ്മുടെ സന്തോഷത്തെ കുറേ ഇതൊക്കെയാണ് നമ്മുടെ ആ ദിവസങ്ങളിൽ. ഇങ്ങനെ ഓരോ ആഘോഷങ്ങൾ, ഇപ്പോൾ ഓണം ആയാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, എല്ലാം നമ്മളിപ്പോൾ ഇവിടെ എൻജോയ് ചെയ്യുകയാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു നമുക്കൊരു കുറച്ച് സമയം ഒരു സന്തോഷം, അതാണ് നമ്മളെ പോളിസി.
നമ്മുടെ പ്രോഗ്രാമിലേക്ക് 2 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവർ ഈ നാട്ടുകാരാണ്, ഇറ്റലിക്കാരാണ്. അപ്പോൾ 2 പേര് നമുക്ക് ഈസ്റ്റർ സമ്മാനമായിട്ട് അവർ വന്നതാണ്. ഇനിയും അവരൊത്തുള്ള വീഡിയോ നമുക്കിനി മുന്നോട്ട് കാണാം. അവർ നമുക്ക് നല്ലൊരു പ്രോത്സാഹനമായിരുന്നു. നമ്മുടെ സന്തോഷമല്ല, അവർ വേറൊരു കുഴപ്പമില്ല. അവർക്ക് നമ്മളോട് ഏത് രീതിയിലും അവർ എൻജോയ് ചെയ്തു. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം സന്തോഷ് ഭായി നമ്മളോട് ഇപ്പം ബൈ പറഞ്ഞ് പുള്ളി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം പുള്ളിയെ നമ്മൾ കാറൊക്കെ കയറ്റി വിടുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ടീമുകളും ഉണ്ട്. നമ്മുടെ ജയേഷ് ഭായി ആണ് അവിടെ നിൽക്കുന്നത്, മുട്ടത്തല അടിച്ച് ജയേഷ് ഭായി ഉണ്ട്, പെരേരയുണ്ട്, പിന്നെ ഞാൻ നിൽക്കുന്നു, പിന്നെ ഒരു പാണ്ഡേജിയുണ്ട്, പ്രദീപ് ഭായി, സാമൻ പരാര. അപ്പം സന്തോഷ് ഭായി നമ്മളിപ്പം പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ പിന്നെ പരിപാടിയുടെ ഒരു എൻഡിങ്ങിലേക്ക് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ പെരേര പുള്ളിയുടെ വൈഫിനെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി. പിന്നെ ഈ ബുദ്ധുദ്ധ പുള്ളി ആന്ധ്രയാണ്, പുള്ളി ഇത് നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഷാമ്പയിൻ ഇപ്പോൾ നമ്മൾ വെളിയിൽ ഒന്ന് പൊട്ടിക്കും. അപ്പം അത് കാണാം. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world but keep the sky on your mind.
അപ്പോൾ ചങ്ങാതിമാരെ, അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ നമ്മുടെ ടീമുകൾക്കൊക്കെ വിശന്ന്. ഇതാണ് നമ്മുടെ രാജീവ് RJ ക്രിയേഷൻ്റെ പ്രൊപ്പറേറ്റർ. അപ്പോൾ പിള്ളേർക്കെല്ലാം വിശന്ന് തുടങ്ങി. അപ്പോൾ അവരൊക്കെ ചെറുതായിട്ട് നൈസായിട്ട് ഫുഡിലേക്ക് കയറി. അത് നമ്മുടെ ജോയലാണ്. ജോയലെ ഈ സ്റ്റൂ കണ്ട പിന്നെ അവൻ പേരോട്ട് നോക്കുന്നില്ല. ജോയലൊന്ന് നോക്കി, ജോയലെ ജോയൽ നോക്കി. അപ്പം ജോയൽ നോക്കി. പിന്നെ നമ്മളെ കുടിക്കുന്നത് പിന്നെ ഇത് റെജി, പിന്നെ അടുത്തിരിക്കുന്നത് അനബല്. അപ്പുറത്തിരിക്കുന്നൊരു നമ്മുടെ സന്തോഷമുണ്ട്, മൂന്നാർ സന്തോഷ്, പുള്ളിയെ കണ്ടില്ല. ഇത് പ്രദീപാണ്. പ്രദീപ് നമ്മുടെ നാരങ്ങാണം കോഴഞ്ചേരി ആറന്മുളയ്ക്ക് അടുത്ത സ്ഥലം. അതാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇനി കുറച്ച് കഴിക്കുന്നു. ഇത് ആഘോഷത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോ നമുക്ക് അടുത്തിൽ കാണാം. ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.